പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭക്തജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പൂക്കോത്ത് കൊട്ടാരം ക്ഷേത്രം ഇവിടെ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ മലബാറിലെ തെയ്യക്കാവുകൾ, പിറ ആഘോഷങ്ങളെല്ലാം വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യരെല്ലാവരും ഒത്തുചേരുകയാണ്. ആ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? നമ്മുടെ അമ്പലങ്ങളെല്ലാം വളരുന്നു, ഉത്സവങ്ങൾ വളരുന്നു, തറ ആഘോഷങ്ങളും കളിയാട്ടങ്ങളും ഗംഭീരമാകുന്നു. അത് ഗംഭീരമാകുന്നതിനനുസരിച്ച് നാട്ടിൽ സ്നേഹം വളരുന്നുണ്ടോ? നന്മ വളരുന്നുണ്ടോ? ദയ വളരുന്നുണ്ടോ? കാരുണ്യം വളരുന്നുണ്ടോ? ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും വളരുന്നതിന് ആനുപാതികമായി മനുഷ്യത്വവും മനുഷ്യസ്നേഹവും വളരണ്ടേ? എന്തുകൊണ്ടാണ് വളരാത്തത്? എന്താണ് ഈ ക്ഷേത്രം, എന്താ ഉത്സവം എന്നറിയില്ല, ഉപരിപ്ലവമായ കാര്യങ്ങളെ അറിയൂ. ഒരു അമ്പല കമ്മിറ്റി യോഗം ചേരുക, ക്ഷേത്രത്തിന് പുതിയ ശ്രീകോവിൽ ഉണ്ടാവണം. അപ്പൊ ശ്രീകോവിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അസ്ഥിവാരം കല്ലുകൊണ്ട്, കരിങ്കല്ല് കൊണ്ട് വേണോ, ചെങ്കല്ല് കൊണ്ട് വേണോ, അല്ല ഉരുളങ്കല്ല് മതിയോ എന്ന് ചർച്ച നടക്കുക. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഈ അസ്ഥിവാരം നമ്മൾ ആരും കാണുന്നില്ല, വെറുതെ അതിന് പൈസ ചെലവാക്കണ്ട, നമുക്ക് നല്ല തറയും നല്ല ചുമരും നല്ല മേൽക്കൂരയും കിട്ടാം, അസ്ഥിവാരം വലിയ പൈസയും ചെലവാക്കരുത്. അയാൾ പറഞ്ഞത് എല്ലാവരും ശരിയാണെന്ന് തോന്നി. അങ്ങനെ അസ്ഥിവാരമില്ലാതെ തറ കെട്ടി ചുമര് വെച്ച് മേൽക്കൂരി എടുത്തു. ഒറ്റ മയക്ക് അമ്പലങ്ങ് പോയി. നമ്മൾ കാണാത്തൊരു അസ്ഥിവാരം ഈ അമ്പലത്തിന്റെയും കെട്ടിടത്തിന്റെയും കടകളുടെയും അടിയിലുണ്ട്. അത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്നാണോ? അതുപോലെ നമ്മുടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും അടിയിൽ ഒരു ദാർശനികമായ അടിത്തറയുണ്ട്. ഈ അടിത്തറ കാണാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് കൊണ്ടുമാണ് നമ്മുടെ ഭക്തി വളരുന്നതിന് ആനുപാതികമായി സ്നേഹവും ദയയും കാരുണ്യവും വളരാത്തത്. മനസ്സിലാക്കണം. നമ്മുടെ കാവ്യങ്ങളും ദൈവങ്ങളും എല്ലാം സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. ഈ തറയിലുള്ള ഉത്സവങ്ങൾ നമ്മൾ നോക്കൂ, കലയുടെ ഒരു സമ്മേളനമല്ലേ? കലയുടെ സമ്മേളനമല്ലേ? എന്താണ്? തോറ്റം പാട്ട് സാഹിത്യമുണ്ട്, പാട്ടിന്റെ സംഗീതമുണ്ട്, ചീവിളിയുണ്ട്, താളമുണ്ട്, അതിമനോഹരമായ ചതുർവിധാഭിനയങ്ങൾ തെയ്യത്തിലുണ്ട്. ചതുർവിധാഭിനയങ്ങൾ: ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം. ആംഗികം മുദ്രകളുണ്ട്. എന്തെല്ലാം മുദ്രകളുണ്ട് തെയ്യത്തിന്? വാചികമുണ്ട്, കാണുന്ന കാണികൾക്കും കേൾക്കുന്ന കർണത്തിനും ഓമനക്കും സ്തുതിക്കുവാൻ കുട്ടിച്ചാത്തൽ കൂടെ ഉണ്ടാട്ടോ. വാക്കുകളില്ലേ? വാചികമുണ്ട്. സാത്വിക മുഖഭാവമുണ്ട്. നിങ്ങൾ അണ്ടലൂർ കാവില് ബപ്പൂരൻ തെയ്യം കാണാമോ? ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധത്തിൽ നീ എന്റെ അനുജനല്ലടാ, എന്തിനടാ നീ രാമന്റെ കൂടെ കൂടിയെന്ന് പറഞ്ഞിട്ടുള്ള അഭിനയ ഭാവം കാണുമ്പോ, പെണ്ണടനെന്ന ആ മനോഹരമായ നാടകത്തിൽ ഞാൻ ചില കൽപ്പനകൾ കണ്ടു. ആ ഭാവം അതിൽ കാണാം. സാത്വികമുണ്ട്, ആഹാര്യമുണ്ട്, വേഷഭൂഷാദികൾ. ആഹാര്യം. ഇതിലും നല്ലൊരു വേഷഭൂഷം ലോകത്ത് ഒരു തെയ്യത്തിനും ഒരു ദൈവത്തിനുമില്ല, ഒരു നാടകത്തിനുമില്ല. എന്തെല്ലാം കോലങ്ങളാണ്, എത്ര സുന്ദരമാണ്. ചിത്രപ്പണികളില്ലേ? വയറ്റത്തും മുഖത്തും വരച്ചിരിക്കുന്ന കോലം കെട്ടുന്നവരെയുള്ള പണിക്കന്മാര് പുകയിലത്തണ്ട് പോലെ കാണാൻ ഒരു സ്റ്റൈലും ഇല്ലാത്ത ആളായിരിക്കും. പക്ഷെ ഇത് കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അവരെ കണ്ടാൽ എന്ത് സുന്ദരന്മാരാണ്. ചിത്രത്തിന്റെ മഹത്വമാണ്. ചിത്രമുണ്ട്. എത്ര കലകൾ ചേർന്നതാണ്. നൃത്തമില്ലേ? എത്ര മനോഹരമായ താണ്ഡവ നൃത്തമുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ തെയ്യം. ആ കലയാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് മാറ്റുന്നത്.